ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ബ്രോക്കോളി എന്ന് പറയുന്നത്. ഇതിൽ വിറ്റമിൻ സിയും പൊട്ടാഷ്യവും മഗ്നീഷ്യവും അതുപോലെ തന്നെ കാൽഷ്യവും അയണും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പല രോഗങ്ങളെ പ്രതിരോധിക്കുവാനും ക്യാൻസർ പോലത്തെ കണ്ടീഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യുവാനും ഒക്കെ നമുക്ക് ഈ ഒരു ഫുഡ് നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ബ്രോക്കോളി സ്ഥിരമായിട്ട് കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചും ആരൊക്കെ ബ്രോക്കോളി കഴിക്കുവാൻ പാടുള്ളതല്ല എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രോക്കോളിയിൽ ധാരാളമായിട്ട് വിറ്റമിൻ സിയും ഫോളേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സിയും ഫൈറ്റോ കെമിക്കൽസും ഒക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പല ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുവാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡൻസും ഇതിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. സോ അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ബ്രോക്കോളി എന്ന് പറയുന്ന ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധത്തെയൊക്കെ കൺട്രോൾ ചെയ്യുവാനും ദഹന പ്രക്രിയ ഇംപ്രൂവ് ചെയ്യുവാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നതാണ്. കുടലിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കുടൽ ക്യാൻസർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നും പല പഠനങ്ങളിൽ പറയുന്നുണ്ട്. ബ്രോക്കോളിയിൽ ധാരാളമായിട്ട് കാൽഷ്യവും പൊട്ടാഷ്യവും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. എല്ല് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും, എല്ല് പൊട്ടിപ്പോകുന്ന കണ്ടീഷൻസ് അഥവാ എല്ലിന്റെ ഡെൻസിറ്റി കുറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉള്ളവര് ഈ ബ്രോക്കോളി നമ്മൾ മിതമായിട്ട് കഴിക്കുന്നത് മൂലം നമ്മുടെ എല്ലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹ രോഗികൾ, ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നമുക്ക് ഈ ബ്രോക്കോളി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ബ്ലഡിലെ നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കുവാൻ നമുക്ക് ഈ ബ്രോക്കോളിയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. കാരണം ഇതിൽ വിറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുവാനും നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുവാനും ഹൃദയത്തിന്റെ പമ്പിംഗ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ വിഷാംശം അകറ്റുവാനും നമ്മുടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുവാനും നമുക്ക് ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് ധാരാളമായിട്ട് വിറ്റമിൻ സിയും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ കൊളാജന്റെ പ്രൊഡക്ഷൻസിനൊക്കെ നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചർമ്മത്തിന്റെയും നമ്മുടെ നഖത്തിന്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിനും വളരെ ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്രോക്കോളി കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മുഖത്തെ ചുളിവുകൾ മാറ്റുവാനും പെട്ടെന്ന് പ്രായമുള്ളതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ കെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. കാഴ്ചക്കുറവുള്ളവർക്കും നമുക്കൊരു പ്രായമാകുമ്പോൾ നമുക്ക് കാഴ്ചയുടെ മങ്ങലൊക്കെ വരും. സോ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ബ്രോക്കോളി സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് വളരെയധികം സഹായം നൽകുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ കെ നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോ ഒട്ടേറെ ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്രോക്കോളി നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ നാടുകളിൽ ഇപ്പൊ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ബ്രോക്കോളി നമുക്ക് അവൈലബിൾ ആണ്. എപ്പോഴേലും നമ്മൾ ഇപ്പൊ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുകയും അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സാലഡ്സിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് വേണം നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് നമുക്ക് ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഇത് കഴിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷവും നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് സാലഡിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. സോ ഇത് നമുക്ക് കുഞ്ഞിക്കുട്ടികളിലും ഒക്കെ നമുക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. മുതിർന്നവർക്കും ഒക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണിത്. സോ ഇതെല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരും ലോ ബിപിയുടെ പ്രോബ്ലംസ് ഉള്ളവരും ബ്രോക്കോളി നമ്മൾ അമിതമായിട്ട് കഴിക്കാൻ പാടുള്ളതല്ല. മിതമായിട്ട് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലംസ് ഇല്ല. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരും അമിതമായിട്ട് നമ്മൾ ഈ ഒരു ബ്രോക്കോളി കഴിക്കുവാൻ പാടുള്ളതല്ല. ബ്രോക്കോളിയെ കുറിച്ചുള്ള ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.